ക്രിസ്റ്റഫർ നോളന്റെ ആദ്യ സിനിമ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന മാജിക് വ്യക്തമായി കാണാം. ഒരു കഥാപാത്രത്തിന്റെ കഥ, പക്ഷെ പല സമയങ്ങളിലായി മെമന്റോ പോലെ അതേ നോൺ ലീനിയർ സ്റ്റൈൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ സീനും കഴിയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നതിന് പകരം ചോദ്യങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ നായകനെ ഭയങ്കരമായ അടിയേറ്റ നിലയിൽ നമ്മൾ കാണും. അതിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും സിനിമ നിങ്ങളെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിടും. നിങ്ങൾ ഒരാളെ സംശയിക്കുമ്പോൾ അടുത്ത സീനിൽ ആ സംശയം തന്നെ തകർക്കുന്ന പുതിയ ട്വിസ്റ്റ് എത്തും. അങ്ങനെ അവസാന മിനിറ്റിൽ എല്ലാം തലകീഴായി മാറ്റുന്ന 200% സസ്പെൻസ് ത്രില്ലർ ഗ്യാരണ്ടിയുള്ള ക്രിസ്റ്റഫർ നോളന്റെ ആദ്യ സിനിമയുടെ കഥയിലേക്ക് നമുക്ക് കിടക്കാം. ലണ്ടൻ നഗരത്തിലെ ജനത്തിരക്കേറിയ ഒരു വീതിയിൽ നിന്നാണ് നമ്മുടെ കഥയുടെ തുടക്കം. വാഹനങ്ങളുടെയും മനുഷ്യരുടെയും നിരന്തരമായ ഒഴുക്കുള്ള ആ നഗരത്തിൽ ഒരു കോഫി ഷോപ്പിന്റെ ജനാലക്കരികിൽ നമ്മുടെ കഥാനായകൻ ഇരിക്കുന്നത് നാം കാണുന്നു. 20കളുടെ അവസാനത്തിൽ പ്രായമുള്ള മെലിഞ്ഞുയരമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവൻ. പുറത്തെ തിരക്കിലേക്ക് നോക്കിയിരിക്കുന്ന അവന്റെ കണ്ണുകളിൽ ഏകാന്തത നിഴലിക്കുന്നുണ്ട്. ഈ കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ വെളിപ്പെടുത്തുന്നില്ല. ദ യങ് മാൻ എന്നാണ് കാസ്റ്റിലുള്ളത്. അവൻ സിനിമയിൽ പറയുന്ന അവന്റെ പേര് എല്ലാം കള്ളമാണ്. താൻ വളരെ കാലമായി തികച്ചും ഒറ്റയ്ക്കായിരുന്നുവെന്നും ചെയ്യാനൊന്നുമില്ലാത്തതിനാൽ കടുത്ത മുടിപ്പിലായിരുന്നുവെന്നും അദൃശ്യനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോട് അവൻ പറയുന്ന വോയിസ് ഓവറിലൂടെയാണ് പ്രേക്ഷകർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കടുത്ത ഏകാന്തതയും മടുപ്പുമാണ് അവനെ വളരെ വിചിത്രവും അപകടകരവുമായ ഒരു വിനോദത്തിലേക്ക് നയിച്ചത്. അപരിചിതരായ ആളുകളെ രഹസ്യമായി പിന്തുടരുക, ഫോളോയി. തികച്ചും അപരിചിതരായ, തന്നെ ഒരിക്കലും തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത ആളുകളെ യാതൊരു ലക്ഷ്യവുമില്ലാതെ പിന്തുടരുക എന്നതായിരുന്നു അവന്റെ രീതി. ഒരു വലിയ ജനക്കൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാവരും അപരിചിതരാണെന്നും എന്നാൽ അതിൽ ഒരാളുടെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ വ്യക്തി പെട്ടെന്ന് ഒരു സവിശേഷ വ്യക്തിത്വമായി മാറുമെന്നും അവൻ വിശദീകരിക്കുന്നു. തുടർന്ന് നാം കാണുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെയാണ്. എന്നാൽ ഇപ്പോൾ അവന്റെ രൂപം പൂർണ്ണമായി മാറിയിരിക്കുന്നു. മുടി വെട്ടിയിരിക്കുന്നു, മുഖം ഷേവ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല മുഖത്ത് ഭയാനകമായ മർദ്ദനമേറ്റതിന്റെ പാടുകളും ഒരു കണ്ണിന് മുകളിൽ സ്റ്റിച്ചുമുണ്ട്. ആളുകളെ പിന്തുടരുന്നത് തനിക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു ലഹരിയായി മാറിയെന്ന് അവൻ ഉദ്യോഗസ്ഥനോട് സമ്മതിക്കുന്നു. താൻ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് താൻ ആളുകളെ പിന്തുടരുന്നതെന്നും അവൻ വാദിക്കുന്നു. എന്നാൽ ഈ വിനോദം അതിരുവിടുന്നു എന്ന് മനസ്സിലാക്കിയ അവൻ തനിക്കായി ചില കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കി. ഒരാളെ തന്നെ അധിക നേരം പിന്തുടരില്ല, രാത്രിയിൽ സ്ത്രീകളെ പിന്തുടരില്ല, ഏറ്റവും പ്രധാനമായി ഒരാളെ ഒരു തവണ പിന്തുടർന്നാൽ പിന്നീട് ഒരിക്കലും അയാളെ പിന്തുടരില്ല എന്നീ നിയമങ്ങളായിരുന്നു അവൻ ഉണ്ടാക്കിയത്. എന്നാൽ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവസാനത്തെ നിയമം അവൻ ലംഘിക്കുന്നിടത്താണ് കഥയുടെ യഥാർത്ഥ തുടക്കം. വെസ്റ്റ് എൻഡിലെ തിരക്കേറിയ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ കറുത്ത സ്യൂട്ട് ധരിച്ച വലിയൊരു ബാഗ് തൂക്കിയ 20കളുടെ മധ്യത്തിൽ പ്രായമുള്ള ഒരു യുവാവ് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവനെ ഡാർക്ക് സ്യൂട്ട് എന്ന് വിളിക്കാം. വളരെ വേഗത്തിൽ നടക്കുന്ന അവനെ നായകൻ പിന്തുടരാൻ തുടങ്ങുന്നു. ഡാർക്ക് സ്യൂട്ട് ഒരു കഫയിൽ കയറിയിരിക്കുമ്പോൾ നായകനും അവിടെ കയറി അവന് കുറച്ചകലെയായി ഇരുന്ന് കാപ്പിയും സാൻഡ്വിച്ചും ഓർഡർ ചെയ്യുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഡാർക്ക് സ്യൂട്ട് നായകന്റെ അടുത്തേക്ക് വരികയും അവന്റെ മുന്നിൽ ഇരിക്കുകയും ചെയ്യുന്നു. രാവിലെ മുതൽ നീ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് എന്ന് അയാൾ പരുഷമായി ചോദിക്കുന്നു. പരിഭ്രാന്തനായ നായകൻ താൻ പഴയൊരു സ്കൂൾ സുഹൃത്താണെന്ന് തെറ്റിദ്ധരിച്ചാണ് പിന്തുടർന്നതെന്ന് കള്ളം പറയുന്നു. തന്റെ പേര് ബിൽ എന്നാണെന്നും അവൻ പറയുന്നു. എന്നാൽ ഈ കള്ളം ഡാർക്ക് സ്യൂട്ട് എളുപ്പത്തിൽ പൊളിക്കുന്നു. ബിൽ ഒരു തൊഴിൽ രഹിതനാണെന്നും എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും അയാൾ കൃത്യമായി ഊഹിക്കുന്നു. ഡാർക്ക് സ്യൂട്ട് തന്റെ പേര് കോബ് എന്നാണെന്ന് പരിചയപ്പെടുത്തുകയും തന്റെ ബാഗ് ബില്ലിന്റെ മുന്നിലേക്ക് വെച്ചിട്ട് തുറന്നു നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിൽ പഴയ CD-കളും വില കുറഞ്ഞ ആഭരണങ്ങളും ഒരു ക്യാമറയും കണ്ട ബിൽ അത്ഭുതപ്പെടുന്നു. ചിരിച്ചുകൊണ്ട് കോബ് വെളിപ്പെടുത്തുന്നു താൻ ഒരു പ്രൊഫഷണൽ മോഷ്ടാവാണെന്ന്. ഈ നിമിഷം മുതൽ ബില്ലിന്റെ ജീവിതം ഇരുളടഞ്ഞ മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. കോബ് മുതലുള്ള ചെറുപ്പക്കാരന്റെ ആദ്യത്തെ മോഷണത്തിലേക്ക് ദൃശ്യം മാറുന്നു. ഒരു ഫ്ളാറ്റിന്റെ ഇടുങ്ങിയ പടിക്കെട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന കോബ് വളരെ ശ്രദ്ധയോടെ സർജിക്കൽ ഗ്ലൗസുകൾ ധരിക്കുന്നു. എന്നാൽ ചെറുപ്പക്കാരൻ കട്ടിയുള്ള ഗ്ലൗസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണ്ട് കോബ് കണ്ണുരുട്ടുന്നു. ഒരു പ്ലാസ്റ്റിക് കഷ്ണം വാതിലിന്റെ വിടവിലേക്ക് കയറ്റി നോക്കുന്ന കോബിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കതകിന് മുകളിലെ തട്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെറുപ്പക്കാരൻ ഒരു താക്കോൽ കണ്ടെത്തുന്നു. തുടക്കക്കാരന്റെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് കോബ് വാതിൽ തുറക്കുന്നു. പണത്തിനു വേണ്ടിയല്ല താൻ മോഷണം ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. അഡ്രിനാലിൻ റഷ് ലഭിക്കാനും മനുഷ്യരെക്കുറിച്ച് പഠിക്കാനുമാണ് താൻ ഇത് ചെയ്യുന്നത്. അലക്കാൻ വെച്ചിരുന്ന ഒരു ലോണ്ടറി ബാഗ്, പുസ്തകങ്ങൾ എന്നിവ നോക്കി അവിടെ താമസിക്കുന്നവർ 25 വയസ്സിന് മുകളിലുള്ള കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ പങ്കാളികളാണെന്ന് കോബ് കൃത്യമായി ഊഹിക്കുന്നു. തുടർന്ന് കോബ് ഒരു ചെറിയ വുഡൻ ബോക്സ് തുറക്കുന്നു. ഓരോ വ്യക്തിക്കും തങ്ങളുടേതായ വ്യക്തിത്വം കാണിക്കുന്ന ഇത്തരം അബോധപൂർവമായ പ്രദർശനങ്ങൾ ഉണ്ടെന്ന് കോബ് പറയുന്നു. പെട്ടെന്ന് ആ പെട്ടി അതിക്രൂരമായി വലിച്ചെറിഞ്ഞ് സാധനങ്ങൾ തറയിൽ വിതർക്കൊണ്ട് കോബ് പറയുന്നു. ആളുകളുടെ സാധനങ്ങൾ മോഷ്ടിക്കുമ്പോൾ അവർ ആ സാധനങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ നിർബന്ധിതരാകുമെന്നും അതാണ് താൻ ചെയ്യുന്നതെന്നും കോബ് വിശദീകരിക്കുന്നു. ഇതിനുശേഷം താൻ മുമ്പ് മോഷ്ടിച്ച ഒരു പാൻഡേസ് കോബ് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ടത് അവിടെ അലക്കാൻ വെച്ചിരുന്ന പങ്കാളിയുടെ പാൻസിന്റെ പോക്കറ്റിൽ തിരികെ വെക്കുന്നു.
ഇത് അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അവർക്ക് പരസ്പരം സംസാരിക്കാൻ ഒരു വിഷയം ലഭിക്കുമെന്നും കോബ് കണ്ണിറുക്കിക്കൊണ്ട് പറയുന്നു. അടുക്കളയിലെത്തിയ കോബ് ഗ്ലാസുകൾ എടുത്ത് റെഡ് വൈൻ ഒഴിക്കുന്നു. സർജിക്കൽ ഗ്ലൗസുകൾ ധരിച്ചിട്ടും അവൻ വളരെ ലാഘവത്തോടെയാണ് കോർസ്ക്രൂ ഉപയോഗിക്കുന്നത്. ഇത് അനുഭവിച്ചറിയാനാണ് താൻ വരുന്നതെന്ന് അവൻ പറയുമ്പോൾ പെട്ടെന്ന് മുൻവാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ചെറുപ്പക്കാരൻ ഭയന്ന് വിറയ്ക്കുമ്പോൾ കോബ് വളരെ ശാന്തനായി അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നു. തന്റെ മുഖത്ത് തികച്ചും നിഷ്കളങ്കമായ ഒരു അത്ഭുതം വരുത്തിക്കൊണ്ട് വാടകയ്ക്ക് വീട് നോക്കാൻ ഏജൻസി വഴി വന്നവരാണെന്ന് കോബ് അവരോട് കള്ളം പറയുന്നു. ഫ്ളാറ്റിന്റെ മേൽക്കൂരയിലെത്തിയ കോബ് ഉറക്കച്ചിരിക്കുന്നു. കൂടെ വന്ന ആൾ അവളുടെ കാമുകനല്ലെന്നും അതുകൊണ്ടാണ് അയാളൊന്നും മിണ്ടാതിരുന്നതെന്നും കോബ് പറയുന്നു. പെട്ടെന്ന് കഥ മറ്റൊരു സമയത്തേക്ക് മാറുന്നു. ഇപ്പോൾ ബില്ലിന്റെ രൂപം ആകെ മാറിയിട്ടുണ്ട്. അവന്റെ തലമുടി വളരെ ചെറുതായി വെട്ടിയിരിക്കുന്നു. അവൻ ഒരു ക്ലബിൽ പോയി മദ്യപിക്കുകയാണ്. അപ്പോൾ അവിടെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. സിനിമയിൽ അവളെ ദ ബ്ലോണ്ട് എന്നാണ് വിളിക്കുന്നത്. ബിൽ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നു, ഞാൻ നിനക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിത്തരട്ടെ? അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു, തീർച്ചയായും, പക്ഷെ നിനക്ക് എന്റെ കൂടെ കിടക്ക പങ്കിടാൻ കഴിയില്ല, കാരണം ഞാനിവിടെ വന്നിരിക്കുന്നത് വേറൊരാളുടെ ഒപ്പമാണ്. ഇത് കേട്ട് ബിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറച്ച് മാറി ഒരാളെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ സിനിമയിൽ അയാളെ ബാൾഡ് ഗായ് അഥവാ മൊട്ടത്തലയൻ എന്നാണ് വിളിക്കുന്നത്. ബിൽ ആശ്ചര്യത്തോടെ ആ സ്ത്രീയോട് ചോദിക്കുന്നു, നിന്നെ പോലെ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി അയാളെ പോലെ ഒരാളുടെ കൂടെ എന്ത് ചെയ്യാണ്? ദ ബ്ലോണ്ട് പറയുന്നു, അതൊരു വലിയ കഥയാണ്. പിന്നെ നീ ആരെക്കുറിച്ചാണോ ഇപ്പോൾ സംസാരിച്ചത്? ഈ ക്ലബ് അയാളുടേതാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൊട്ടത്തലയൻ ദ ബ്ലോണ്ടിനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. ദ ബ്ലോണ്ട് പെട്ടെന്ന് ബില്ലിന്റെ മുഖത്ത് ആഞ്ഞൊരടി കൊടുക്കുന്നു. എന്നിട്ട് വളരെ പതുക്കെ അവനോട് പറയുന്നു, 10 മിനിറ്റിനുള്ളിൽ ഈ ക്ലബിന് പുറത്ത് വെച്ച് എന്നെ കാണുക. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് മറ്റേ ആളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ട്രിക്കാണ്. അവൻ അവളെ തന്റെ അലങ്കോലമായ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്വന്തം വീട്ടിൽ കഴിഞ്ഞ ദിവസം മോഷണം നടന്നതുകൊണ്ടും തന്റെ പഴയ കാമുകനായ കഷണ്ടിക്കാരനെ പേടിയുള്ളതുകൊണ്ടുമാണ് താൻ അങ്ങോട്ട് പോകാത്തതെന്ന് അവൾ വെളിപ്പെടുത്തി. അപ്പോൾ അവൻ ചോദിച്ചത്, മോഷണം നടന്നപ്പോൾ നിനക്ക് എന്തു തോന്നി എന്നാണ്. എല്ലാവരും എന്തൊക്കെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ഈ വിചിത്രമായ ചോദ്യം കേട്ട് അവൾ ദേഷ്യപ്പെട്ടു. താൻ ഒരു എഴുത്തുകാരനായതുകൊണ്ടാണ് ആളുകളുടെ വികാരങ്ങൾ ചോദിച്ചറിഞ്ഞതെന്ന് അവൻ ന്യായീകരിച്ചു. പിന്നീട് ആ കാമുകനെ കുറിച്ച് അവൻ തിരക്കിയപ്പോൾ അയാൾ മയക്കുമരുന്നും പോണോഗ്രഫിയും പെൺകുട്ടികളും ഒക്കെയായി നടക്കുന്ന അതിക്രൂരനായ ഒരു ക്രിമിനലാണെന്ന് അവൾ പറയുന്നു. അവൻ ആകാംക്ഷയോടെ വീണ്ടും ചോദിക്കുമ്പോൾ, അതൊക്കെ വേറൊരു അവസരത്തിൽ പറയാം, ഞാനിപ്പോൾ പോകാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവൾ ആ സംഭാഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത സീനിൽ കഥ വീണ്ടും മറ്റൊരു സമയത്തേക്ക് മാറുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബില്ലിനെയാണ്. എന്നാൽ അവന്റെ മുഖം ആകെ തകർന്നിരിക്കുന്നു. ആരോ അവനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. മുഖത്താകെ മുറിവുകളുമുണ്ട്. അവൻ ദ ബ്ലോണ്ടിനെ കണ്ടുമുട്ടി ആ ക്ലബിന്റെ വാതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ മൊട്ടത്തലയൻ ക്ലബിന് പുറത്തു നിന്നും അകത്തേക്ക് പോകുന്നത് ബിൽ കാണുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ആ ചെറുപ്പക്കാരൻ കോബിനെ ഫോൺ വിളിക്കുന്നതാണ്. തനിക്ക് കോബിന്റെ ഉപദേശം വേണമെന്ന് അവൻ പറയുന്നു. എന്തിനെ കുറിച്ചാണ് എന്ന് കോബ് ചോദിക്കുമ്പോൾ, സ്വയം രക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധത്തെക്കുറിച്ച് നിനക്കതിനെപ്പറ്റി ഉപദേശിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് മറുതലക്കിൽ കോബ് ഉറക്കച്ചിരിക്കുന്നു. എന്നിട്ട് കോബ് അവന് ചില ആയുധങ്ങൾ നിർദ്ദേശിക്കുന്നു. കോബ് മറ്റൊന്നുകൂടി പറയുന്നു, റബ്ബർ ഗ്രിപ്പുള്ള ഇടത്തരം വലിപ്പമുള്ള ഒരു ഹാമറാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് നിനക്ക് വാതിൽ പൊളിക്കാൻ കഴിയും. അത് നിന്റെ അരയിൽ തിരികെ വെച്ചാൽ നീ സുരക്ഷിതനുമായി. ഈ വാക്കുകൾ കേട്ട് ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ഒരിടത്ത് തന്നെ തറഞ്ഞു നിൽക്കുന്നു. കോബ് പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നീ അവിടെ ഉണ്ടോ എന്ന് കോബ് ചോദിക്കുമ്പോൾ അവൻ യാതൊന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ സിനിമ വീണ്ടും മറ്റൊരു സീനിലേക്ക് പോകുന്നു. ഇവിടെ ആ മൊട്ടത്തലയൻ ഒരു വീടിന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ കാണുന്നു. ബിൽ അവിടെ ഒളിച്ചു നിന്ന് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ പോയതിനു ശേഷം ബിൽ നേരെ ആ വീട്ടിലേക്ക് കയറി പോകുന്നു. അത് ദ ബ്ലോണ്ടിന്റെ വീടായിരുന്നു. അവൾ ബില്ലിനോട് കുറച്ചുനേരം അവിടെ കാത്തിരിക്കാൻ പറയുന്നു. ബിൽ അവളുടെ വീടിന്റെ ഭംഗിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾ വളരെ സങ്കടത്തോടെ പറയുന്നു, എനിക്ക് വല്ലാത്തൊരു ഭയം തോന്നുന്നു. നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ആരോ എന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി. അയാൾ എന്റെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. ബിൽ ആകാംക്ഷയോട് ചോദിക്കുന്നു, അയാൾ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് എടുത്തത്? അവൾ പറയുന്നു, ഒരു ക്യാമറ, കുറച്ച് സീഡികൾ, പിന്നെ എന്റെ ഒരു ബാഗ്. അത് മാത്രമല്ല, എന്റെ ഒരു പാൻറ്റീസും എന്റെ ഒരു കമ്മലും അയാൾ കൊണ്ടുപോയി. അയാൾക്ക് വേണമെങ്കിൽ എന്റെ 2 കമ്മലുകളും എടുക്കാമായിരുന്നു, പക്ഷെ അയാൾ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് പറഞ്ഞ് ദ ബ്ലോണ്ട് വസ്ത്രം ധരിക്കാനായി അകത്തേക്ക് പോകുന്നു. ബിൽ അവളുടെ പിന്നാലെ മുറിയിലേക്ക് ചെന്ന് അവളെ ചുംബിക്കാൻ തുടങ്ങുന്നു. സിനിമ വീണ്ടും അടുത്ത ദിവസത്തേക്ക് മാറുന്നു. അവന്റെ മുഖത്ത് ഇപ്പോഴും ആ വലിയ മുറിവുകളുണ്ട്. എന്നാൽ ഇത്തവണ അവൻ തന്റെ വസ്ത്രത്തിനുള്ളിൽ ഒരു ചുറ്റിക ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ തന്റെ കൈകളിൽ ഗ്ലൗസ് ധരിക്കുന്നുമുണ്ട്. കണ്ടിട്ട് അവൻ എന്തോ വലിയൊരു പ്ലാൻ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് വ്യക്തമാണ്. അവൻ എന്തിനാണ് ആ ചുറ്റിക എടുത്തത്? അവൻ ആരെയാണ് കൊല്ലാൻ പോകുന്നത്? ഈ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് സിനിമ നമ്മളെ വീണ്ടും ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ബില്ലും കോബും ചേർന്ന് മോഷണം നടത്തുന്ന ആ പഴയ സമയത്തേക്ക്. ഇപ്പോൾ ബില്ലും കോബും ഒരു വീട്ടിൽ രഹസ്യമായി കയറി സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. കോബ് ആ വീട്ടിലെ അലമാരിയിൽ നിന്നും ഒരു സ്ത്രീയുടെ പാൻറ്റീസ് എടുത്ത് തന്റെ പോക്കറ്റിൽ വെക്കുന്നു. ഇത് കണ്ട് ബില്ലും അതുപോലെ തന്നെ ചെയ്യുന്നു. പെട്ടെന്ന് കോബ് ഫർണിച്ചറിന് മുകളിലിരിക്കുന്ന ഒരു ജോഡി കമ്മലുകൾ കാണുന്നു. അതിൽ നിന്നും ഒരൊറ്റ കമ്മൽ മാത്രം കോബ് എടുക്കുന്നു. അതേ സുഹൃത്തുക്കളെ, ഇത് സാക്ഷാൽ ദ ബ്ലോണ്ടിന്റെ വീടാണ്. അവരറിയാതെ അവർ മോഷ്ടിക്കാൻ കയറിയത് അവളുടെ വീട്ടിലാണ്. അവിടെ വെച്ച് ബിൽ കുറച്ച് സീഡികളും ഒരു പുസ്തകവും മറ്റു സാധനങ്ങളും തന്റെ ബാഗിലാക്കുന്നു. കൂട്ടത്തിൽ അവന് അവിടെ നിന്നും ദ ബ്ലോണ്ടിനെ കുറിച്ച് ഫോട്ടോകളും കിട്ടുന്നു. അവൻ അത് തന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്നു.
പറയുന്നു. മോഷണം കഴിഞ്ഞ് കോബ് ബില്ലിനെയും കൂട്ടി ഒരു പഴയ കെട്ടിടത്തിന്റെ പിൻവാതിലിലൂടെ അകത്തേക്ക് പോകുന്നു. ആ കെട്ടിടം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള ഒരു ഫ്ളാറ്റിൽ കോബിന്റെ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബിൽ അത്ഭുതത്തോട് ചോദിക്കുന്നു, ഇത് ഏത് സ്ഥലമാണ്? കോബ് വളരെ കൂളായി പറയുന്നു, ഇതെന്റെ ഓഫീസാണ്. ബില്ലി ഒതിക്കുന്നു, നിനക്ക് ഇതിന്റെ താക്കോൽ എങ്ങനെ കിട്ടി? കോബ് പറയുന്ന മറുപടി കേട്ടാൽ ആരും ഞെട്ടും. ഞാൻ ഈ ഫ്ളാറ്റിന്റെ പൂട്ടുകൾ മുഴുവൻ മാറ്റി. ഇത് ഈ കെട്ടിടത്തിന്റെ മാനേജ്മെന്റിന്റെ ആളുകളുടെ സ്ഥലമാണ്. അവരിവിടെ ഒരിക്കലും വരാറില്ല. ഇനി അഥവാ വന്നാൽ തന്നെ അവർ വീണ്ടും പുതിയ വോട്ടിടും. പിന്നെയും കുറെ കാലത്തേക്ക് അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ലണ്ടൻ നഗരം മുഴുവൻ ഇതുപോലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ബില്ലും ദ ബ്ലോണ്ടും ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ്. ബിൽ അവളോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ആ മുട്ടത്തലേനെ ഇത്രയും ഭയപ്പെടുന്നത്? അയാൾ അത്രയ്ക്ക് അപകടകാരിയാണെന്ന് നീ പറയാൻ കാരണം എന്താണ്? അയാൾ എന്താണ് ചെയ്തത്? അവൾ വളരെ പേടിയോടെ ആ കഥ പറയുന്നു. ഒരു ദിവസം അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. കൂടെ അയാളുടെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ വന്നു. ആ മുട്ടത്തലേന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയ ആളായിരുന്നു അയാൾ. എന്നാൽ മുട്ടത്തലേന് ആ വന്നയാളെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ പെട്ടെന്ന് തന്റെ കൈ ഉയർത്തി സിഗ്നൽ കൊടുത്തു. ഉടനെ അയാളുടെ ഗുണ്ടകൾ ആ പാവ മനുഷ്യനെ പിടിച്ചു വെച്ചു. എന്നിട്ട് ആ മുട്ടത്തലയൻ ഒരു ചുറ്റിക എടുത്ത് അയാളുടെ വിരലുകളിൽ തുടർച്ചയായി അടിച്ചു തകർത്തു. അതിനുശേഷം അതേ ചുറ്റിക വെച്ച് അയാളുടെ തലയിലും അടിച്ചു. എല്ലാം കഴിഞ്ഞ് ആ മനുഷ്യന്റെ രക്തം വീണ കാർപ്പറ്റ് എനിക്ക് തന്നെ വൃത്തിയാക്കേണ്ടി വന്നു. ഈ ഭയാനകമായ കഥ കേട്ടിട്ടും ബിൽ വീണ്ടും ആ മുട്ടത്തലേനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ട് ദ ബ്ലോണ്ടിന് ദേഷ്യം വരുന്നു. അവൾ പറയുന്നു, നിനക്ക് വെറുതെ കഥ കേൾക്കാനാണെങ്കിൽ നീ വേറെ ആളെ നോക്കുന്നതാണ് നല്ലത്. ഇത്രയും പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. സിനിമ വീണ്ടും അടുത്ത ദിവസത്തേക്ക് മാറുന്നു. ഇപ്പോൾ ബില്ലിന്റെ മുഖത്ത് ആ പഴയ മുറിവുകളുണ്ട്. അവൻ ആ മുട്ടത്തലേന്റെ ക്ലബിനുള്ളിൽ രഹസ്യമായി കടന്നിരിക്കുകയാണ്. അവൻ അവിടെയുള്ള ഒരു സേഫ് തുറന്ന് അതിൽ നിന്നും പണം മോഷ്ടിക്കുകയാണ്. ആ പണം അവൻ തന്റെ ശരീരത്തിൽ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുന്നു. എന്നാൽ കഥ ഇവിടെ വീണ്ടും പിന്നോട്ട് പോകുന്നു. ബില്ലും കോബും ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ബിൽ കോബിനോട് ചോദിക്കുന്നു, ഈ മോഷ്ടിച്ച പണം കൊണ്ടാണോ നീ ഇത്രയും സമ്പന്നനായത്? കോബ് പറയുന്നു, അല്ല. അപ്പോൾ ബിൽ പറയുന്നു, എന്തായാലും ഈ ഭക്ഷണത്തിന് പണം ഞാൻ കൊടുക്കുമെന്ന് നീ കരുതണ്ട. എന്റെ കയ്യിൽ അതിനുള്ള പണമില്ല. കോബ് ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ വിഷമിക്കണ്ട, ഇതിന് പണം ഡിലോയിഡ് കൊടുത്തോളൂ. എന്നിട്ട് കോബ് ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൽ ഒപ്പിടാൻ പറയുന്നു. ബിൽ ആ കാർഡിൽ തന്റെ സ്വന്തം കൈപ്പടയിൽ ഡിലോയിഡ് എന്ന് ഒപ്പിടുന്നു. പെട്ടെന്നാണ് ബിൽ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റിൽ അവർ ആദ്യമായി മോഷണം നടത്തിയ വീട്ടിലെ സ്ത്രീ ഇരിക്കുന്നുണ്ട്. ബിൽ പരിഭ്രാന്തിയോടെ കോബിനോട് പറയുന്നു, നമ്മൾ ആദ്യം മോഷ്ടിച്ച വീട്ടിലെ സ്ത്രീ അത് അവിടെ ഇരിപ്പുണ്ട്. അവളന്ന് നമ്മളെ കണ്ടതാണ്. കോബ് പറയുന്നു, പേടിക്കാതെ, അന്ന് അവൾ വേറൊരാളുടെ കൂടെയായിരുന്നു. ഇന്ന് അവൾ അവളുടെ പാർട്ട്ണർക്കൊപ്പമാണ്. അതുകൊണ്ട് അവൾ നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ ബിൽ പറയുന്നു, നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അവൾ നമ്മളെ നോക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. കോബ് അത് സമ്മതിക്കുകയും അവർ അവിടെ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. പുറത്തെത്തിയ ശേഷം കോബ് ബില്ലിനോട് പറയുന്നു, ഞാൻ എൻ്റെ കോഫിയും ഭക്ഷണവും പൂർണ്ണമായി കഴിച്ചിരുന്നില്ല. ആരെങ്കിലും നിന്നെ തിരിച്ചറിയുമെന്ന് നിനക്ക് അത്രയ്ക്ക് പേടിയുണ്ടെങ്കിൽ ഇതിന്റെ രൂപം അങ്ങ് മാറ്റിക്കൂടെ? മുടി വെട്ടുക, വസ്ത്രം മാറ്റുക. അത് കഴിഞ്ഞാൽ നിന്റെ സ്വന്തം അമ്മ പോലും നിന്നെ തിരിച്ചറിയില്ല. കോബ് പറഞ്ഞത് ബിൽ അക്ഷരം പ്രതി അനുസരിക്കുന്നു. അവൻ തന്റെ താടി വടിച്ചു, മുടി ചെറുതായി വെട്ടി. ഉടനെ അവൻ കോബിനെ ഫോൺ വിളിച്ച് പറയുന്നു, നമ്മൾ മോഷ്ടിച്ച സാധനങ്ങൾ നല്ല വിലയ്ക്ക് വാങ്ങാൻ തയ്യാറുള്ള ഒരാളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടുന്ന പണം നമുക്ക് പകുതി വീതം എടുക്കാം. കോബ് അത് സമ്മതിക്കുന്നു. ബിൽ സന്തോഷത്തോട് പറയുന്നു, പിന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ എന്റെ മുടിയൊക്കെ വെട്ടി രൂപം മാറ്റിയിട്ടുണ്ട്. കോബ് ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. സുഹൃത്തുക്കളെ, ഇനിയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. കോബ് ഫോൺ വെച്ച ഉടനെ അവിടെ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നു. അവൻ എന്താണ് പറഞ്ഞത്? കോബ് പറയുന്നു, അവൻ നിന്റെ സാധനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ആരുമായോ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ശബ്ദം മറ്റാരുടേതുമായിരുന്നില്ല, സാക്ഷാൽ ദ ബ്ലോണ്ടിന്റെ ആയിരുന്നു. ബിൽ ഇത്രയും നാൾ പ്രണയിച്ച ആർക്ക് വേണ്ടിയാണോ അവൻ മോഷണം തുടങ്ങിയത്, ആ സ്ത്രീ കോബിന്റെ കൂടെയാണ്. സത്യത്തിൽ ബിൽ അവളെ പിന്തുടരുകയായിരുന്നില്ല, മറിച്ച് കോബും ദ ബ്ലോണ്ടും ചേർന്ന് ബില്ലിനെ ഒരു വലിയ കെണിയിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു. കോബ് അവളോട് പറയുന്നു, നിന്റെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു, അത് കൃത്യമായി വർക്ക് ചെയ്തു. അവനിപ്പോൾ മുടിയൊക്കെ വെട്ടി വേഷം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കഥ വീണ്ടും ക്ലബിനുള്ളിൽ പണം മോഷ്ടിക്കുന്ന ബില്ലിലേക്ക് വരുന്നു. അവൻ സേഫിൽ നിന്നും പണമെടുത്ത് ശരീരത്തിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ വരുന്നു. അയാൾ ബില്ലിനെ പിടികൂടാൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ വലിയൊരു അടിപിടി നടക്കുന്നു. ഗത്യന്തരമില്ലാതെ ബിൽ തന്റെ ആ ചുറ്റിക എടുത്ത് അയാളുടെ തലയ്ക്ക് ആഞ്ഞടിക്കുന്നു. ആ മനുഷ്യൻ അവിടെ തന്നെ വീഴുന്നു. പേടിച്ചു പോയ ബിൽ അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ബിൽ എങ്ങനെയാണ് ഒരു കൊലപാതകയായതെന്ന്? എന്നാൽ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് മുന്നോട്ട് പോകണം. ബിൽ ബ്ലോണ്ടിന്റെ വീട്ടിൽ പോയ ആ ദിവസത്തേക്ക് കഥ മാറുന്നു. ബിൽ അവളോട് തന്റെ ഏറ്റവും വലിയ രഹസ്യം പറയുന്നു. ഞാൻ നിന്നോട് ഒരു സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിന്റെ വീട്ടിൽ കയറി ആ സാധനങ്ങൾ മോഷ്ടിച്ചത് ഞാനാണ്. ഞാൻ കള്ളന്മാരെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം വീടുകളിൽ കയറി മോഷ്ടിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ദ ബ്ലോണ്ട് ചോദിക്കുന്നു, പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ ഇതെല്ലാം എന്നോട് പറയുന്നത്? ബില്ല് പറയുന്നു, എനിക്ക് നിന്നെ സഹായിക്കണം. കാരണം നീ ആ മുട്ടത്തലയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും ഞാൻ ഇപ്പോഴും നിന്നെ അയാളുടെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ദ ബ്ലോണ്ട് പറയുന്നു, അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അയാളുടെ കയ്യിൽ എൻ്റെ ചില ഫോട്ടോകളുണ്ട്.
അതെങ്ങനെയുള്ള ഫോട്ടോകളാണെന്ന് നീ എന്നോട് ചോദിക്കരുത്. ബില്ലി ചോദിക്കുന്നു, ആ ഫോട്ടോകൾ എവിടെയായിരിക്കും? നമുക്കത് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. അവൾ പറയുന്നു, അത് അയാളുടെ ക്ലബിലെ ഓഫീസിലുള്ള ഒരു സേഫിനുള്ളിലെ കവറിലാണുള്ളത്. ആ സേഫിന്റെ പാസ്വേഡ് എനിക്കറിയാം. അതിൽ ഒരുപാട് പണവും ഉണ്ടാകും. പക്ഷെ നീ എന്നോട് സത്യം ചെയ്യണം. ആ കവർ കിട്ടിയാൽ നീ അത് എനിക്ക് തരണം. അതിനുള്ളിലെ ഫോട്ടോകൾ നീ നോക്കാൻ പാടില്ല. ബിൽ അത് സമ്മതിക്കുന്നു. അടുത്ത സീനിൽ ബിൽ കോബിനെ കാണാൻ പോകുന്നു. അവർ ദ ബ്ലോണ്ടിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ വിറ്റ കാശ് ബിൽ കോബിന് നൽകുന്നു. എന്നിട്ട് ബിൽ പറയുന്നു, ഞാൻ മോഷണം നടത്താൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചില ഫോട്ടോകൾ ഇരിപ്പുണ്ട്. അതിരിക്കുന്നത് ഒരു സേഫിലാണ്. അതിൻ്റെ പാസ്വേഡ് എനിക്കറിയാം. അവിടെ നമുക്ക് ഒരുപാട് പണവും കിട്ടും. അതൊരു പോൺ ഫിലിം മേക്കറുടെ ക്ലബ്ബാണ്. അയാൾ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇത് കേട്ട ഉടനെ കോബ് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബില്ലെല്ലാം തുറന്നു പറയുന്നു. അന്ന് നമ്മൾ ആ ബാഗ് എടുത്ത വീട്ടിലെ പെൺകുട്ടി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അവളെ പിന്തുടർന്നു. ഞങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിച്ചു. കോബ് ദേഷ്യത്തോട് ചോദിക്കുന്നു, എന്നിട്ട് നീ അവളോടൊപ്പം കിടക്കം പങ്കിട്ടോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ അവളോട് പറഞ്ഞോ? ബിൽ പറയുന്നു, അതെ, ഞാൻ അവളോട് എല്ലാം പറഞ്ഞു. കോബ് പൊട്ടിത്തെറിക്കുന്നു, നീ എന്താ ഒരു ഭ്രാന്തനാണോ? നമ്മളാണ് അവളുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന് നീ അവളോട് പറഞ്ഞോ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? എന്നിട്ട് കോബ് ബില്ലിനെ ക്രൂരമായി മർദ്ദിക്കാനും തുടങ്ങുന്നു. ഇടിച്ചും ചവിട്ടിയും കോബ് ബില്ലിന്റെ മുഖം മുഴുവൻ തകർക്കുന്നു. അതെ സുഹൃത്തുക്കളെ, ബില്ലിന്റെ മുഖത്തെ ആ വലിയ മുറിവുകൾക്ക് കാരണം കോബായിരുന്നു. കോബ് അവനെ അടിച്ച് താഴെയിട്ട് പറയുന്നു, ഇനി മുതൽ നീ ഒറ്റയ്ക്ക് മോഷണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് കോബ് അവിടെ നിന്ന് പോകുന്നു. ഇനി എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കോബിനെയും ദ ബ്ലോണ്ടിനെയുമാണ്. അതെ, അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ദ ബ്ലോണ്ട് കോബിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് അവനെ ഇത്രയും ക്രൂരമായി അടിച്ചത്? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവനോടൊപ്പം കിടക്കാൻ പങ്കിട്ടത്? എന്നിട്ട് നീ അവനെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിച്ചത്? അപ്പോൾ കോബ് തന്റെ വലിയൊരു പ്ലാൻ അവളോട് തുറന്നു പറയുന്നു. കോബ് പറയുന്നു, പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ തന്നെ മോഷണം നടത്തുന്ന ഒരാൾ ആവശ്യമായിരുന്നു. ദ ബ്ലോണ്ട് കാര്യങ്ങൾ വ്യക്തമായി ചോദിക്കുന്നു. അപ്പോൾ കോബ് ഒരു കഥ പറയുന്നു. കുറച്ചുനാൾ മുൻപ് ഞാൻ ഒരു വീട്ടിൽ മോഷണം നടത്താൻ കയറി. അവിടെ പ്രായമായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരോ അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ മുഴുവൻ രക്തമായിരുന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത് ആരോ കണ്ടു. പോലീസിന് ഇപ്പോൾ എന്റെ മേൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പകരം കുറ്റമേൽക്കാൻ ഞാൻ ബില്ലിനെ കണ്ടെത്തിയത്. ഞാൻ അവനെ എന്റെ രീതിയിൽ മോഷണം നടത്താൻ പഠിപ്പിച്ചു. എന്നെ പോലെ മുടി വെട്ടിച്ചു. എന്റെ വസ്ത്രധാരണ രീതി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇപ്പോൾ പോലീസ് നോക്കുമ്പോൾ ആ കൊലപാതകം ചെയ്തത് ബില്ലാണെന്ന് അവർക്ക് തോന്നി. ഇത് കോബിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. പോലീസിന്റെ ശ്രദ്ധ തന്നിൽ നിന്നും മാറ്റി ബില്ലിലേക്ക് തിരിക്കാൻ കോബ് കണ്ടെത്തിയ ഒരു ഇരയായിരുന്നു ബിൽ. ഇതിനെല്ലാം ദ ബ്ലോണ്ടും കൂട്ടുനിന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. അതേസമയം ഇതൊന്നും അറിയാത്ത പാവം ബിൽ ദ ബ്ലോണ്ടിനെ സഹായിക്കാൻ വേണ്ടി ക്ലബിൽ നിന്നും പണവും ദ ബ്ലോണ്ട് പറഞ്ഞ ആ ഫോട്ടോകൾ അടങ്ങിയ കവറുമായി രക്ഷപ്പെടുന്നു. ബിൽ തന്റെ ശരീരത്തിൽ ടേപ്പ് ഉപയോഗിച്ച് ആ പണം ഒളിപ്പിച്ചു വെച്ചാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ ഉടനെ ബിൽ ദ ബ്ലോണ്ടിനെ ഫോൺ ചെയ്യുന്നു. നീ പറഞ്ഞതുപോലെ ഞാൻ ആ പണവും കവറും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നാൽ അപ്പുറത്തു നിന്നും അവൾ വളരെ തണുത്ത സ്വരത്തിൽ ഓക്കെ എന്ന് മാത്രം പറയുന്നു. അവളുടെ ആ പ്രതികരണം ബില്ലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. ദേഷ്യത്തോടെ അവൻ ഫോൺ വയ്ക്കുന്നു. തുടർന്ന് അവൻ താൻ ജീവൻ പണയം വെച്ച് കൊണ്ടുവന്ന ആ കവർ തുറന്നു നോക്കുന്നു. അതിൽ കുറച്ച് ഫോട്ടോകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് വെറും സാധാരണ ഫോട്ടോകളായിരുന്നു. വേറൊരു സ്ത്രീയുടെ കുറച്ച് സാധാരണ ചിത്രങ്ങൾ മാത്രം. ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തക്കവണ്ണമുള്ള യാതൊന്നും ആ ഫോട്ടോകളിൽ ഉണ്ടായിരുന്നില്ല. ആ നിമിഷം ബില്ലിന് ഒരു കാര്യം വ്യക്തമായി. ദ ബ്ലോണ്ട് തന്നോട് കള്ളം പറയുകയായിരുന്നു. അവൾ താനുമായി വലിയൊരു ഗെയിം കളിക്കുകയായിരുന്നു എന്ന് അവന് മനസ്സിലാകുന്നു. ദേഷ്യവും സങ്കടവും സഹിക്കാൻ കഴിയാതെ അവൻ ആ ഫോട്ടോകൾ വലിച്ചെറിയുന്നു. നേരെ അവൻ ദ ബ്ലോണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവൻ അവളോട് ദേഷ്യത്തിൽ ചോദിക്കുന്നു, എന്താണ് ഇതെല്ലാം? നീ ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നു. ആ കുറച്ച് പണത്തിന് വേണ്ടിയാണോ നീ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്? ഗത്തിത്തനമില്ലാതെ ദ ബ്ലോണ്ട് സത്യങ്ങൾ തുറന്നു പറയുന്നു. അവൾ പറയുന്നു, എന്റെ ഒരു സുഹൃത്തുണ്ട് കോബ്. അവൻ ചെയ്ത ഒരു കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു പ്രായമായ സ്ത്രീയുടെ കൊലപാതകം. ആ വീട്ടിൽ നിന്നും അവൻ ഇറങ്ങി വരുന്നത് ആരോ കണ്ടു. പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ അവന് തന്നെ പോലെ തന്നെയുള്ള ഒരാളെ ആവശ്യമായിരുന്നു. അതിനാണ് അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. നീ എന്റെ വീടിന് മുന്നിൽ വെച്ച് എന്നെ പിന്തുടരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ നിന്നെ നോട്ടമിട്ടിരുന്നു. അവൻ നിന്നെ അവന്റെ കൂടെ കൂട്ടി അവനെ പോലെ മോഷണം നടത്താൻ നിന്നെ പഠിപ്പിച്ചു. അപ്പോൾ ആ കൊലപാതകത്തിന്റെ കുറ്റം നിന്റെ തലയിലാകും. മോഷണക്കുറ്റവും നിനക്ക് ലഭിക്കും. ഇത് കേട്ട് ഞെട്ടിത്തിരിച്ചു നിൽക്കുന്ന ബിൽ തന്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ആ ചുറ്റിക്ക് പുറത്തെടുക്കുന്നു. അവൻ വളരെ സങ്കടത്തോടെ പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ ഒരാളെ കൊന്നു. എന്നിട്ടും നീ എന്നോട് ഇത് ചെയ്തല്ലോ. ഞാൻ നേരെ പോലീസിന്റെ അടുത്ത് പോയി എല്ലാ സത്യങ്ങളും പറയാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ ചുറ്റിക അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ബിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇനി സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ആദ്യത്തെ സീനിലേക്കാണ്. ബിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുന്ന സീൻ. അവൻ കോബിനെ കുറിച്ചും ദ ബ്ലോണ്ടിനെ കുറിച്ചും എല്ലാം പോലീസിനോട് പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം ആ പോലീസുകാരൻ ബില്ലിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതോടെ നമ്മുടെ തലച്ചോറ് ശരിക്കും ബ്ലാങ്ക് ആവും. പോലീസുകാരൻ പറയുന്നു, ബിൽ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറയുന്നത് പോലെ ഒരു പ്രായമായ സ്ത്രീ കൊല്ലപ്പെട്ട ഒരു കേസ് ഞങ്ങളുടെ സ്റ്റേഷനിലില്ല. അങ്ങനെ ഒരു കൊലപാതകത്തെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നുമില്ല. പിന്നെ നീ പറയുന്ന ഈ മിസ്റ്റർ കോബ്, അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയില്ല. ഇത് കേട്ട് ബിൽ മാത്രമല്ല നമ്മളും ശരിക്കും ഞെട്ടും. എങ്കിൽ പിന്നെ കോബ് എന്തിനാണ് ബില്ലിനോടും ദ ബ്ലോണ്ടിനോടും അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞത്? അതിനുള്ള ഉത്തരം സംവിധായകൻ അടുത്ത സീനിൽ തരുന്നു. ബിൽ ആ വീട്ടിൽ
വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷം അവിടെ കോബും ദ ബ്ലോണ്ടും സംസാരിക്കുകയാണ്. കോബ് അവളോട് ആ ചുറ്റികയെ കുറിച്ച് ചോദിക്കുന്നു. അവൾ പറയുന്നു അത് അവിടെ ബാഗിനകത്തുണ്ട്. പക്ഷെ നീ എന്തിനാണ് ഇപ്പോൾ ഇതെല്ലാം ചോദിക്കുന്നത്? അപ്പോൾ കോബ് തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നു. കോബ് പറയുന്നു ആ പ്രായമായ മനുഷ്യൻ അയാൾ എന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. ദ ബ്ലോണ്ട് ഭയത്തോട് ചോദിക്കുന്നു ഏത് മനുഷ്യൻ? അയാൾ നിന്നോട് എന്താണ് പറഞ്ഞത്? കോബ് ആ ചുറ്റിക കയ്യിലെടുക്കുന്നു. എന്നിട്ട് ക്രൂരമായ ഒരു ചിരിയോടെ പറയുന്നു ആ മൊട്ടത്തലേൻ നിന്റെ ആവശ്യങ്ങൾ കൂടി വരികയാണെന്നും നീ വളരെ അത്യാഗ്രഹിയായി മാറുകയാണെന്നും ആ മൊട്ടത്തലേൻ പറഞ്ഞു. നീ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു അല്ലേ? നിന്റെ ഈ അപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്ന ആ കൊലപാതകം, ആ രക്തം നിറഞ്ഞ കാർപ്പറ്റ്, അതെല്ലാം നീ കണ്ടിരുന്നല്ലോ. അത് പുറത്തു പറയാതിരിക്കാൻ നീ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തു. അതിനയാൾ കണ്ടെത്തിയ പരിഹാരമാണ് ഞാൻ. അതേ സുഹൃത്തുക്കളെ, കോബ് ഇത്രയും വലിയൊരു നാടകം കളിച്ചത് ആ മൊട്ടത്തലേന് വേണ്ടി ദ ബ്ലോണ്ടിനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അവളുടെ വീട്ടിൽ വെച്ച് നടന്ന കൊലപാതകത്തിന്റെ രഹസ്യം അവൾക്കറിയാമായിരുന്നു. അത് വെച്ച് അവൾ ആ മൊട്ടത്തലേനെ നിരന്തരം ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ കോബിനെ ഏർപ്പാടാക്കിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കോബ് ആ ചുറ്റിക വെച്ച് ദ ബ്ലോണ്ടിനെ തലക്കടിച്ചു കൊല്ലുന്നു. വീണ്ടും സീൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. പോലീസുകാർ ബില്ലിനോട് പറയുന്നു ഞങ്ങൾക്ക് അവളുടെ ബോഡി അവളുടെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ചുറ്റികയും കിട്ടി. അതിൽ രണ്ടുപേരുടെയും രക്തമുണ്ടായിരുന്നു. ബിൽ ക്ലബിൽ വെച്ച് കൊന്ന ആളുടെയും ദ ബ്ലോണ്ടിന്റെയും. അവളുടെ വിരലുകളെല്ലാം തകർന്നിട്ടുണ്ടായിരുന്നു. നീ ക്ലബിലെ സേഫിന്റെ പാസ്വേഡ് ചോദിച്ചറിയാൻ അവളെ ടോർച്ചർ ചെയ്തതാണല്ലേ? ബിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇല്ല സാർ, ഞാൻ അവളെ തൊട്ടിട്ട് പോലുമില്ല. പോലീസുകാരൻ തുടരുന്നു അത് മാത്രമല്ല ബിൽ, നിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഞങ്ങൾ ചില സാധനങ്ങൾ കണ്ടെടുത്തു. അവളുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ അവളുടെ ചില ഫോട്ടോകളും അവളുടെ അടിവസ്ത്രവും അവളുടെ കമ്മലും നിന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് കേട്ട് ബിൽ പറയുന്നു അത് കോബാണ് സാർ, നിങ്ങൾ പോയി അവനെ ചോദ്യം ചെയ്യ്. ഞാൻ നിങ്ങൾക്ക് അവന്റെ അഡ്രസ്സ് തന്നില്ലേ? നീ തന്ന ആ അഡ്രസ്സിൽ ഞങ്ങൾ പോയിരുന്നു. അവിടെ കോബ് എന്ന പേരുള്ള ആരുമില്ല. ആ ഫ്ലാറ്റ് മിസ്റ്റർ ഡീലോഡ് എന്നൊരാളുടേതാണ്. അദ്ദേഹം അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരികെ വന്നപ്പോൾ വീട്ടിൽ മോഷണം നടന്നതായി ഞങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡും മോഷണം പോയിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് പോലീസുകാരൻ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് കാണിക്കുന്നു. അതിൽ ഡീലോഡിന്റെ പേരിൽ സൈൻ ചെയ്തിരുന്ന ഒരു ക്രെഡിറ്റ് കാർഡായിരുന്നു. കോബ് വളരെ തന്ത്രപൂർവ്വം ബില്ലിനെ കൊണ്ട് ആ കാർഡിൽ ഒപ്പുവെപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. പോലീസുകാരൻ ചോദിക്കുന്നു ഇത് നിന്റെ കൈയക്ഷരമല്ലേ? ബിൽ നിസ്സഹായനായി പറയുന്നു അതെ, അതെന്റെ കൈയക്ഷരമാണ്. സിനിമയുടെ അവസാന സീനിൽ നമ്മൾ കാണുന്നത് കോബ് ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുന്നതാണ്. അവൻ ആ വലിയ നഗരത്തിലെ തിരക്കിലേക്ക് എങ്ങോട്ടോ അപ്രത്യക്ഷനാകുന്നു. അതായത് കോബ് എന്നൊരു വ്യക്തി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഒരു കൊലപാതകം ചെയ്യാൻ വന്ന ഒരു വാടക കൊലയാളി മാത്രമായിരുന്നു. യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു പാവം ചെറുപ്പക്കാരന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ച് അവൻ രക്ഷപ്പെട്ടു. അവസാനം യഥാർത്ഥത്തിൽ ആരെയാണ് ഫോളോ ചെയ്തതെന്നുള്ള ഒരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.